മുഖ്യമന്ത്രിയാവാനുള്ള കസേര കളി ഇങ്ങനെ പുരോഗമിക്കുകയാണല്ലോ. ഒരു ചെയറിന് ചുറ്റും 3 പേർ. കസേരയിൽ ആരിയിരിക്കും എന്നതാണ് ചോദ്യം. ടീം UDF ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ഹൈക്കമാൻഡ് ആണല്ലോ അന്തിമ വിധി തീരുമാനിക്കുന്നത്. വിധി വരുന്നതിന് മുൻപേ ചെന്നിത്തല ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ആവണ്ട എന്നതാണ് ആ ലൈൻ. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഒരു പതിവുള്ളത് കൊണ്ട് ചെന്നിത്തല ഒരു മുഴ മുൻപേ എറിഞ്ഞു എന്ന് മാത്രം. ആ ചരിത്രം ഇങ്ങനെയാണ്. വർഷം 1977. രാജൻ കേസിൽ പ്രതിക്കൂട്ടിലായ K കരുണാകരൻ ഒഴിഞ്ഞ കസേരയിലേക്ക് മുഖ്യമന്ത്രിയായി MLA അല്ലാത്ത AK ആന്റണി എത്തി. അതും ഹൈക്കമാൻഡ് നോമിനിയായി. 1995 ചരിത്രം ആവർത്തിച്ചു. ഇത്തവണ കരുണാകരൻ ചാരക്കേസിൽ പ്രതിക്കൂട്ടിലായി. MLA അല്ലാത്ത AK ആന്റണി വീണ്ടും വന്നു, മുഖ്യമന്ത്രിയായി. ഏതാണ്ട് അതേ ലൈനിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിലടികൾക്കിടയിൽ ഖദറിൽ മണ്ണ് പറ്റാതെ മുഖ്യമന്ത്രിയാവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ KC വേണുഗോപാലും. ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്ത അവകാശവാദവുമായി നിൽക്കുന്ന VD സതീശിനേക്കാൾ സീനിയോറിറ്റി ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുന്ന രമേശ് ചെന്നിത്തലയേക്കാൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടിയിൽ മുന്നിൽ നിൽക്കുന്നത് KCയാണ്. കണ്ണൂർ സിംഹം K സുധാകരന്റെ ഉറച്ച പിന്തുണയും KCക്കാണ്. പോരാത്തതിന് 52 MLA-മാരുടെ പിന്തുണയുമുണ്ട്. രമേശ് ചെന്നിത്തലയുടെ കൂടെയുള്ളത് 25 MLA-മാരാണ്. VD സതീശനാകട്ടെ കോൺഗ്രസ് MLA-മാരെ കൂടാതെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും കൂടെയുണ്ട്. പക്ഷേ NSS SNDP പിന്തുണ സതീശനില്ല. ഇതെല്ലാം മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള മത്സരത്തിൽ പ്രധാന ചോദ്യചിഹ്നങ്ങളായി ഉയരും. ഇതിനിടയിൽ സകല സമവാക്യങ്ങളും ടാലിയാക്കി വേണം ടീം UDF ഒരു തീരുമാനത്തിലെത്താൻ. ടീം UDF ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരത്ത് മുകുൾ വാസ്നിക്കും അജയ് മാക്കനും അഭിപ്രായം ചോദിക്കൽ എന്ന പേരിൽ ഒരു മെഗാ സീരിയൽ തുടങ്ങിയിട്ടുണ്ട്. 63 MLA-മാരോടും ഓരോന്നായി ചോദിക്കും. എന്നിട്ട് ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിയോട് പറയും. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. ചുരുക്കത്തിൽ കസേര ഒന്നേ ഉള്ളൂ, പക്ഷെ അതിലേക്ക് ഓടാൻ ഒളിമ്പിക്സ് യോഗ്യതയുള്ള 3 പേരുണ്ട്. ഇതിനിടയിൽ മുസ്ലിം ലീഗും അവരുടെ ലിസ്റ്റ് കൊടുത്ത് കാത്തിരിക്കുന്നുണ്ട്. ടീം UDF എന്ന അവകാശവാദങ്ങളെല്ലാം കസേര കളിയുടെ ഹരത്തിൽ എല്ലാവരും മറന്ന മട്ടാണ്. കളിയുടെ അവസാനം കസേര ആരുടെ കയ്യിലിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.